എല്ലാവർക്കും നമസ്കാരം. എന്താണ് വാസ്തുദോഷം? അങ്ങനെ ഒരു പേര് തന്നെ, അങ്ങനെ ഒരു ചിന്താഗതി തന്നെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വാസ്തുദോഷം, വാസ്തുദോഷം, ഗൃഹദോഷം, നക്ഷത്രദോഷം, അങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളും നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരുണ്ടാക്കി വെച്ചു? ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇത് അന്നമായിട്ട് കരുതി ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് വയറ്റിപ്പിഴപ്പിന് വേണ്ടി ജീവിക്കുന്ന, ഈ ശാസ്ത്രത്തെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ശരിയായ രൂപത്തിൽ ഇതിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാതെ, ശരിയായ രീതിയിൽ ജനങ്ങളെ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ ആവാത്തത് കൊണ്ട് അവർ ഇതിനെ വികലമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ വിശ്വാസപരമായിട്ടുള്ള മനസ്സിനെ അവർ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കാൻ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഇതിൽ കയറ്റിവിട്ടു. അതിൻ്റെ ഒരു ഭാഗമാണ് വാസ്തുദോഷം. എന്താണ് വാസ്തുദോഷം? എന്താണ് നമ്മുടെ വാസ്തുവിനുള്ള ദോഷം? വാസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൂമിക്കല്ലേ വാസ്തു എന്ന് പറഞ്ഞാൽ. അതിനെന്താണ് ദോഷം? ആ വാസ്തുവിന് നമ്മളെങ്ങനെ ദോഷം കാണുന്നു? ദോഷം യഥാർത്ഥത്തിൽ ആർക്കാണ് ദോഷം? നമുക്കല്ലേ ദോഷം? നമ്മളല്ലേ ഇതിന് ദോഷം കണ്ടെത്തിയത്? യഥാർത്ഥത്തിൽ ആ വാസ്തു നമുക്ക് എന്തെങ്കിലും ദോഷം തരുന്നുണ്ടോ? ആ വാസ്തുവിൽ നമ്മളൊരു ഒരു ഒരു ചെടി കുഴിച്ചിട്ട് അതിന് നനച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫലം അല്ലേ തരുന്നത്? ആ ഭൂമിയിൽ നമ്മൾ വിളകൾ എറിഞ്ഞു കഴിഞ്ഞാൽ, വിത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് നല്ല അനുഭവങ്ങളല്ലേ തരുന്നത്? പിന്നെ എങ്ങനെ ഈ വാസ്തുവിനെ കൊണ്ട് നമുക്ക് ദോഷമുണ്ടാകും? ഈ വാസ്തുദോഷം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വളരെ മഹാപാപം തന്നെയാണ്. ആ വാക്ക് തന്നെ വളരെ പാപമാണ്. ഒരിക്കലും വാസ്തുദോഷമെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയാൻ പാടില്ല. ആ വാസ്തു നമുക്ക് എപ്പോഴാണ് ദോഷമായിട്ട് വരുന്നത്? നാമല്ലേ വാസ്തുവിനെ ദോഷമുണ്ടാക്കുന്നത്? വെറുതെ കിടന്ന ഭൂമിയെ നമ്മൾ കുഴിച്ച് നിർമ്മാണം നടത്തി നമ്മളല്ലേ അവിടെ പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മലകളിടിച്ച്, മണ്ണുകൾ നികത്തി, പാടങ്ങൾ നികത്തി, തണ്ണീർത്തടങ്ങൾ നികത്തി, അതുപോലെ തന്നെ അരുവികളും മറ്റുള്ളതൊക്കെ നമ്മൾ നശിപ്പിച്ച്, വനങ്ങൾ നശിപ്പിച്ച് നമ്മളല്ലേ യഥാർത്ഥത്തിൽ വാസ്തുവിന് ദോഷം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വാസ്തു നമുക്ക് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. കാരണം ഭൂമിക്ക് നമ്മളോട് പറയാനറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തും പറയാം എന്നുള്ളതായിട്ടുണ്ട്. പക്ഷേ പ്രകൃതി പ്രതികരിക്കുന്നുണ്ട്. പല സമയത്തും പ്രകൃതി പ്രതികരിച്ചുകൊണ്ട് മനുഷ്യന് പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വെള്ളപ്പൊക്കമായിട്ടും, ഭൂമി കുലുക്കമായിട്ടും, മണ്ണിടിച്ചിലായിട്ടും, ഇടിയായിട്ടും, മിന്നലായിട്ടും, പേമാരിയായിട്ടും, അഗ്നിവിടയായിട്ടും, കാറ്റായിട്ടും, കൊടുങ്കാറ്റായിട്ടും പലതരത്തിൽ പ്രകൃതി ഇതിന് പ്രതിക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം മനുഷ്യൻ്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ്. ആവശ്യമില്ലാത്ത ദോഷം ഒരിക്കലും ഭൂമിയിൽ ഉണ്ടാക്കരുത്. കാരണം ഭൂമിയെ നമ്മുടെ മാതാവായിട്ടാണ് കരുതുന്നത്, ഭൂമിയെ സ്ത്രീയായിട്ടാണ് കരുതുന്നത്. സർവം സഹയായിട്ടുള്ള ഈ ഭൂമിക്ക് നമ്മൾ എന്തുകൊണ്ട് ദോഷം പറയുന്നു? ഒരിക്കലും ദോഷം പറയരുത്. ആ ദോഷം പറയുന്നവൻ തന്നെ ഏറ്റവും വലിയ ദോഷകാരിയാണ്. അങ്ങനെ ആ ഭൂമിക്ക് ദോഷം പറഞ്ഞുകൊണ്ട് പണമുണ്ടാക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് വിശ്വസിച്ച് ആ കുഴിയിലേക്ക് ചാടാനായിട്ട് കുറേ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. വിശ്വാസികളെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആളുകൾ. അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാണോ എന്ന് ശരിക്കും യഥാർത്ഥത്തിൽ ചിന്തിക്കണം. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഈ വസ്തുവിനെ അവിശ്വസിക്കുകയും ഈ വസ്തുവാണ് തൻ്റെ ദുരിതത്തിനൊക്കെ കാരണമെന്ന് നിശ്ചയിക്കുകയും ചെയ്യുന്ന അവനാണ് യഥാർത്ഥത്തിൽ ഈ വാസ്തുവിനോട് ദോഷം ചെയ്യുന്നവൻ. തൻ്റെ വീടിന് ദോഷം പറയുന്നവൻ, തൻ്റെ സ്ഥലത്തിന് ദോഷം പറയുന്നവൻ, യഥാർത്ഥത്തിൽ അവനെയാണ് യഥാർത്ഥത്തിൽ ഇവിടുന്ന് പല ദുരിതങ്ങൾക്കും ഉത്തരവാദി അവനാണ്. അപ്പോൾ വാസ്തുദോഷം എന്ന് പറയുന്നൊരു ദോഷം ഇല്ല എന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ വാസ്തുദോഷം നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്താണ് വാസ്തുദോഷമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാണ്.
എന്താണ് വാസ്തുദോഷം, വാസ്തുവിനെ കൊണ്ട് എന്താണ് ദോഷം, എന്താണ് ഗ്രഹത്തിനെ കൊണ്ടുള്ള ദോഷം, എന്താണ് ദിക്കുകൾ കൊണ്ടുള്ള ദോഷം, പറയൂ. എന്താണ് ദോഷം എന്നുള്ളത് പറഞ്ഞു തരണം, പറഞ്ഞ് മനസ്സിലാക്കി തരണം. കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഈ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തെ താറുമാറാക്കരുത്. അത്തരത്തിലുള്ള കള്ളനാണയങ്ങൾ അനവധി നമ്മുടെ നാട്ടിലുണ്ട്. അത് തിരിച്ചറിയുക, തിരുത്തുക, ചുട്ട മറുപടി കൊടുക്കുക. അതൊരിക്കലും ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ആയിരിക്കരുത്. അപമാനിച്ചുകൊണ്ട് ആ ഒരു ശാസ്ത്രത്തെ തള്ളിപ്പറയാനോ അല്ല ഉപയോഗിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ആ ശാസ്ത്രത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. എന്നിട്ട് ശരിയായിട്ടുള്ള തരത്തിലുള്ള കള്ളനാണയങ്ങളെ തടയിടുകയാണ് വേണ്ടത്. വീണ്ടും ചോദിക്കുന്നു, വാസ്തുദോഷം എന്നൊന്നില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വാസ്തു ഒരിക്കലും നമുക്ക് ദോഷം ഉണ്ടാക്കുന്നില്ല. വാസ്തുവിന് നമ്മളാണ് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, മനുഷ്യരാണ് ദോഷം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രകൃതിയിലെ ഒരു ജീവികളും വാസ്തുവിന്, ഈ പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്നില്ല. മനുഷ്യരാണ് വാസ്തുവിന് ദോഷമുണ്ടാക്കുന്നത്. അപ്പോൾ വാസ്തുദോഷം എന്നുള്ള പേര് മാറ്റി മനുഷ്യദോഷം എന്ന് പറയണം. മനുഷ്യനാണ് ഇവിടെ ദോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ വാസ്തുവിന് ദോഷം പറയുന്നത്, അവനാണ് ഇവിടെ ദോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവനെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്, അവനെയാണ് അഴിച്ചു പണിയേണ്ടത്, അവനെയാണ് അടിച്ചൊതുക്കേണ്ടത്, അല്ലാതെ ഭൂമിയിലല്ല. ഭൂമിയിലുള്ള നിർമ്മാണങ്ങളെ തച്ച് പൊളിച്ചുകൊണ്ട് വാസ്തുദോഷം തീർക്കുകയല്ല. മനസ്സിലായില്ലേ? അവനാണ് സംസ്കാരം കൊടുക്കേണ്ടത്, അവനാണ് ശരിയായ അറിവ് കൊടുക്കേണ്ടത്, അവനാണ് ശരിയായ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. എന്നിട്ട് അവൻ്റെ ദോഷമാണ് തീർക്കേണ്ടത്. ഇത്തരത്തിൽ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന അവർക്കാണ് യഥാർത്ഥത്തിൽ ദോഷമുള്ളത്. ഇത് മനസ്സിലാക്കാതെയും പഠിക്കാതെയും പറയുന്ന, ഇതിനെതിരെ ഈ വാസ്തുശാസ്ത്രത്തെ അപമാനിക്കുന്ന അങ്ങനത്തെ ചില കള്ളനാണയങ്ങളും കൂടുതൽ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ. അവരാണ് യഥാർത്ഥത്തിൽ ദോഷകാരികൾ. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ വീടിന്, നമ്മുടെ കുടുംബത്തിന് യഥാർത്ഥത്തിൽ ആരാണ് ദോഷകാരികളെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളൊരു വിളക്ക് കത്തിച്ചാൽ അതിന് വരെ ദോഷം കണ്ടെത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അത്തരത്തിലുള്ള വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയട്ടെ, അങ്ങനെയൊരു ദോഷം ഒരിക്കലും നമ്മുടെ വാസ്തുവിന് ഇല്ല. വാസ്തുദോഷം എന്നുള്ളത് ഒരിക്കലും നമ്മൾ ആ ഒരു വാസ്തുദോഷം എന്ന് പറഞ്ഞ് നമ്മുടെ വീടിനെയോ നമ്മുടെ ഭൂമിയെയോ ഒരിക്കലും നമ്മൾ കുറ്റം പറയരുതേ, ദയവ് ചെയ്ത്. അത്രയധികം പാപമാണത്, പാപമാണ്.